ജ്യോതികുമാർ ചാമക്കാല നമുക്ക് MLA ആകുന്നതിന് മുമ്പ് തന്നെ സ്ഥിരം ചർച്ചകളിൽ നമുക്കൊപ്പം കൈരളി ന്യൂസിനടക്കം പങ്കുചേർന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി കൂടി അത്തരത്തിലൊരു സന്തോഷമുണ്ട്. വലിയ തരത്തിൽ ഉറച്ച സീറ്റ് എന്ന് LDF കരുതിയിരുന്ന മണ്ഡലമാണ്. അപ്രതീക്ഷിതമായി ഞെട്ടലുണ്ടാക്കിയ വിജയമാണ് താങ്കളുടെ വിജയം. നേരത്തെ തന്നെ താങ്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. വിജയത്തിൻ്റെ സന്തോഷം UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ആദ്യമേ പറയട്ടെ, ചാനൽ ചർച്ചകളിൽ ഞാൻ ഹരിശ്രീ കുറിച്ചത് കൈരളിയിലാണ്. കൈരളിയിൽ ഒരു നീണ്ട കാലയളവ് സജീവമായി നിന്നതിന് ശേഷമാണ് മറ്റ് ചാനലുകളിലേക്കൊക്കെ കടന്നു വരുന്നില്ല എന്ന പരാതിയുണ്ട്. തീർച്ചയായിട്ടും വരും. സമയം ചുരുക്കം പോലും ഞാൻ കഴിഞ്ഞ 5-6 മാസമായിട്ട് എങ്ങും പോകാറില്ല. തീർച്ചയായിട്ടും കൈരളി വരും. കൈരളി ഒരിക്കലും അക്കാര്യത്തിൽ മറക്കാൻ കഴിയില്ല. പിന്നീട് വിജയം നിങ്ങളെല്ലാവരും പത്തനാപുരത്ത് LDF വിജയിക്കുമെന്ന് നിങ്ങൾ മാത്രമല്ല, കൈരളി ചാനൽ മാത്രമല്ല, എല്ലാ ചാനലുകളും ഒരു ചാനൽ പോലും ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ എനിക്ക് പത്തനാപുരത്ത് ജനങ്ങളിൽ തികഞ്ഞ വിശ്വാസമായിരുന്നു. ഞാൻ കഴിഞ്ഞ നാളുകളായി അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനം, എൻ്റെ സഹപ്രവർത്തകരുടെ കഠിനാധ്വാനം എല്ലാം ചേർത്ത് UDF അനുകൂലമായ ഒരു വിധിയുണ്ടായി. പ്രത്യേകിച്ച് ശ്രീ KB ഗണേഷ് കുമാറിനെ പോലെ ഒരു 25 വർഷമായി ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് UDF ഒരു വലിയ നേട്ടം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ എൻ്റെ സഹപ്രവർത്തകരോടും എനിക്ക് അഭിമാനവും നന്ദിയും കടപ്പാടുമുണ്ട്. ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് നിന്നതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി. അതായത് CR മഹേഷിൻ്റെ ഉദാഹരണമായി താങ്കളെ പലരും സമീകരിച്ച് പറയുന്നുണ്ട്. അത് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിന്ന പ്രവർത്തനങ്ങളുടെ വ്യക്തിപരമായ വിജയം കൂടിയായി താങ്കൾ കാണുന്നു? അങ്ങനെയല്ല, മണ്ഡലത്തിൽ ഞാനിപ്പോൾ പരാജയപ്പെട്ട ശേഷം മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ എതിർ സ്ഥാനാർത്ഥി LDF മുന്നണിയുടെയും UDF മുന്നണിയുടെയും ഭാഗമായി 25 വർഷം വരുന്നയാളാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണിയിലെയും എല്ലാ പ്രവർത്തകരുമായി നല്ല ആത്മബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ ജനങ്ങളോട് ചേർന്ന് നിന്ന് എൻ്റെ ക്യാപ്ഷൻ തന്നെ അരികിലുണ്ട് ചാമക്കാല എന്നായിരുന്നു. ഈ അവസാന നിമിഷം വരെ ചർച്ചയിൽ കേട്ടിരുന്നൊരു പേരാണ് ജ്യോതികുമാർ ചാമക്കാല. പക്ഷേ കപ്പിനും ചുണ്ടിനിടയിൽ ആ അവസരം നഷ്ടമായി. വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ നിരാശയെ കാണുന്നുണ്ടോ? ഇനിയും അവസരങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയാണ്? നോക്കൂ, ഞാൻ ഒരു തുടക്കക്കാരനാണ്. MLA എന്ന നിലയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. എന്നെ അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ MLA ആക്കാൻ എനിക്കൊരു അവസരം തന്ന, 2 അവസരം തന്നതിൽ രണ്ടാമത്തതിൽ ജയിച്ച ആളെന്ന നിലയിൽ എനിക്ക് പാർട്ടിയോടും മുന്നണിയോടും തീർത്താൽ തീരാത്ത കടപ്പാടുള്ള ആളാണ്. ബാക്കിയൊക്കെ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനിക്കുന്നത്. തുടക്കക്കാരനെന്ന നിലയിൽ ഒരിക്കലും ഞാൻ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിലേക്കൊന്നും വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ സന്തോഷമുണ്ട്. തീർച്ചയായും ജ്യോതികുമാർ ചാമക്കാലയാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആവേശം നിറഞ്ഞ മറുപടിയാണ്. അദ്ദേഹം നമ്മുടെ കൈരളിയുടെ ചർച്ചയെ സംബന്ധിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കൈരളിയിലാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചയിൽ ഹരിശ്രീ കുറിച്ചത് എന്നുകൂടി അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. മാത്രമല്ല, അദ്ദേഹം ഇനിയും ചർച്ചകളിൽ സജീവമായി കൈരളിക്കൊപ്പം ചേരുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്.